Hey guys, this is Anjali and you are watching Anjali Diaries. ഹലോ അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വർക്കല ക്ലിഫിലോട്ട് പോകുന്ന പരിപാടിയാണ്. ഞാൻ കുറേ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വർക്കല ക്ലിഫിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ രാവിലെ പോയിട്ട് ക്ലിഫും കാര്യങ്ങളൊക്കെ കാണാൻ ബീച്ച് മാത്രം കാണുന്നതൊക്കെ അപ്പോൾ ക്ലിഫിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വൈകിട്ട് പോയാൽ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് വൈകിട്ടോട്ടാക്കിയത്. ഇനി നമുക്കിപ്പോൾ ഇവിടെ നിന്ന് 14 കിലോമീറ്റർ പോകാണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ 42 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് നമുക്ക് 14 കിലോമീറ്ററിലേ ഉള്ളൂ. ഇപ്പോൾ സമയം 4:31 ഇനി ഒരു ഏകദേശം 4 മണിക്കാണ് 5 മണിക്കാണ് അവിടെ എത്തും. ഒരു 6 മണി വരെ ബീച്ചിൽ നിന്നിട്ട് 6 മണിക്ക് ശേഷം ക്ലിഫിൽ കയറി ക്ലിഫിൽ കാര്യങ്ങളൊക്കെ കണ്ട് കുട്ടികളെല്ലാം പരിപാടിയിലാണ് പോകുന്നത്. ഇടയ്ക്ക് 3-4 ഇൻട്രോ എടുത്ത് കാറ്റും ബഹളമൊക്കെ ആയിട്ട് എല്ലാം പോയി. അങ്ങനെയാണ് വന്ന് വൈകി തടത്തി പിടിച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മക്കളെ ക്ലിഫിൽ പറ്റും. ഇവൻ്റെ ഡയലോഗ് കേട്ടതൊന്നും അഞ്ജലി ഡയറീസ് അവൻ്റെ യൂട്യൂബ് ചാനലാണെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോഴും ഓണർ ഞാൻ തന്നെയാണ്. എന്ത് ചെയ്യാനാ, ക്യാമറ തുറന്ന ഈ ചിരി മാത്രമേ കാണുള്ളൂ, വായിന്നൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാനൊരു ഇൻട്രോവേർട്ട് ഗേളാണെന്ന്. പിന്നെ ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്ന ഇവളെന്തിനാ ലോങ് വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം. വിരളിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സും കുത്തിയാ പൊങ്ങാത്ത വാച്ചറുമുള്ള ഞാൻ ഈ വഴിയല്ലാതെ വേറെ ഒന്നും മുന്നിൽ കാണുന്നില്ല. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങളുടെ ട്രിപ്പിനെ പറ്റി പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വർക്കല ബീച്ചിൽ പോകാൻ പോകുന്നത്. പക്ഷേ ചേട്ടൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ വർക്കല പോയപ്പോൾ ഉള്ള ഒരുപാട് സ്റ്റോറീസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്കല ഈസ് പൊളിയായിരിക്കും. എന്തായാലും നേരിട്ട് കാണാൻ പോവുകയല്ലേ, അപ്പോൾ പിന്നെ വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട, നേരിട്ട് കണ്ടിട്ട് പറയാം. പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. വർക്കല ക്ലിഫിൽ പോകുന്ന വരം നമ്മൾ വർക്കല ക്ലിഫിൻ്റെ അടുത്തുള്ള ബ്ലാക്ക് ബീച്ചാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വിശേഷം നോക്കാം. ബ്ലാക്ക് ബീച്ചെങ്കിൽ ബ്ലാക്ക് ബീച്ച്. കല്യാണം കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോയെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഒരെണ്ണം കൂടെ കൂടുമല്ലോ. ബ്ലാക്ക് ബീച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി കടൽ മൊത്തം കറുത്തിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് തെറ്റി, കടൽ കറുത്തിട്ടൊന്നുമല്ല, എല്ലായിടത്തും ഉള്ള കടലിനെ പോലെയൊക്കെ തന്നെ ഇതും ഇരിക്കുന്നത്. പിന്നെ എന്ത് കണ്ടിട്ടായിരിക്കുമോ എന്തോ ഇതിന് ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ തപ്പിയപ്പോൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നു കറുത്ത മണ്ണുള്ളതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് ബീച്ച് എന്ന് പേര് വന്നതെന്ന്. ഈ ബീച്ചിൻ്റെ ഏത് ഭാഗത്താണ് കറുത്ത മണ്ണുള്ളതെന്ന് തപ്പണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തപ്പി കണ്ടുപിടിച്ചിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. എനിക്ക് തോന്നുന്നു മുമ്പ് കറുത്ത മണ്ണൊക്കെ ഉണ്ടായിരുന്നിരിക്കണം, ഇപ്പോൾ വെള്ളത്തിൽ ഒഴിച്ചു വിൽക്കാം. ഉള്ള പണിയൊന്നും പോരാഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്ന പരിപാടിയെല്ലാം ചേട്ടനാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. എന്നാലും സ്വന്തം ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കുക ഇച്ചിരി പാടാ, പറഞ്ഞ് ചിരിപ്പിക്കേണ്ടി വരുന്ന എൻ്റെ അവസ്ഥ. വീഡിയോഗ്രാഫറായിട്ട് ചേട്ടനുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇനി തിരിച്ച് വർക്കല ബീച്ചിലോട്ട് പോവാം. ബ്ലാക്ക് ബീച്ച് കണ്ടതിന് ശേഷം വർക്കല ബീച്ചിലോട്ട് പോകാൻ പോയി. വർക്കല ബീച്ചിലോട്ട് പോകാൻ പോയി. അവിടെ നേരെ വണ്ടി എടുത്തുകൊണ്ട് വർക്കല ബീച്ചിലോട്ട് പോയി. ഞാൻ കരുതി ഈ പോകുന്ന പോക്ക് നേരെ ചെന്ന് കയറുന്നത് ബീച്ചിലോ കടലിലോ ആയിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് തെറ്റി, അത് പാർക്കിംഗ് ഏരിയ ആയിരുന്നു. അവിടെ നല്ല തിരക്കായതുകൊണ്ട് വണ്ടി വെക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. നേരെ ചെന്ന് വെള്ളവും വാങ്ങിച്ചു കുടിച്ചിട്ട് നടക്കാൻ തുടങ്ങി. ഗൈസ്, ഇതാണ് വർക്കല ബീച്ച്, മെയിൻലി നമ്മൾ വരാൻ വേണ്ടി ഇരുന്ന സ്പോട്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടു. ഇങ്ങനെ മുകളിൽ നിന്ന് കാണാനുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടായുള്ളൂ. ജലനിരപ്പും സംഭവമൊക്കെ കൂടിയതുകൊണ്ട് താഴെ ബീച്ചിലോട്ട് ആരെയും കടത്തി വിടുന്നില്ല. നൈറ്റ് ആയാലേ ക്ലിഫിൽ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങി. അവിടെ നിറയെ റെസ്റ്റോറൻറ്റുകളും കുറേ കടകളും ഒക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നല്ല തിരക്ക് കൂടാൻ തുടങ്ങി. ലൈറ്റൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേനും മൊത്തത്തിൽ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് മൊത്തം ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും തന്നെ. അപ്പം പിന്നെ നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വർക്കല ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നു ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം. ബീച്ചൊക്കെ ഓപ്പൺ ആവുന്ന ടൈമിൽ ഒരിക്കൽ കൂടെ വരണം, അപ്പോഴും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. നടന്ന് ക്ഷീണിച്ചതല്ലേ, ഇനി കടുപ്പത്തിലൊരു ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ബൈ.